ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. നമ്മുടെ ഷെയർ ആൻഡ് ലെവൽസ് എല്ലാം ലേണിംഗ് പ്രോഗ്രസ് ലെവൽസ് ആണ് കേട്ടോ. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക. യെസ്, നമ്മുടെ അനലൈസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടാണ്. നിഫ്റ്റി ചാർട്ട് ഞാൻ ആക്ച്വലി ലാസ്റ്റ് വീഡിയോ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഈദ് ഉണ്ടായിരുന്നു. യെസ്, ഫസ്റ്റ് എല്ലാവർക്കും ഈദ് മുബാറക്. ഞാൻ ആക്ച്വലി ആ ഒരു 2 ദിവസം ഭയങ്കര ബിസി ആയിരുന്നു ഫാമിലിയിൽ. സോ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഐ തിങ്ക് ലാസ്റ്റ് ഒരു 1 ട്രേഡിംഗ് സെഷനിൽ മാത്രം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. സോ എന്തായാലും ഇവിടുന്ന് ഇനി റെഗുലർ ആയിരിക്കും, എല്ലാം കറക്റ്റ് ടൈമിലായിരിക്കും, നേരത്തെ ആയിരിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ ഫ്രീ ആയി, ഓൾമോസ്റ്റ് വലിയ ടെൻഷനൊന്നും ഇല്ല. സോ നമുക്ക് റെഗുലർ പ്രോപ്പർലി വീഡിയോ ആൻഡ് നേരത്തെ ഒരു വീഡിയോ ഇടാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഞാൻ ഇത് കൊടുത്തായിരുന്നു. ഓക്കെ, ഇതിൻ്റെ 333 കറക്ഷൻ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല എനിക്ക്. ഓക്കെ, അത് ആക്ച്വലി അത് മൊത്തം 333 കറക്ഷൻ അല്ല. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി സ്ട്രക്ചർ സ്ക്രീനിൽ എനിക്ക് കാണുന്നത് ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ്. ഓക്കെ, ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. ഈ ലെവൽസ് ഒക്കെയാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാണ്. നമ്മുടെ ഇതൊക്കെ റെസിസ്റ്റൻസ് ഒക്കെ പെർഫെക്റ്റ് ആണ്. സപ്പോർട്ട് ലെവൽ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, താഴത്തെ സപ്പോർട്ട് ലെവൽ സ്റ്റിൽ ഇന്നും വർക്കിംഗ് ആയിരുന്നു. ഇത് കണ്ടോ, ഞാൻ അന്ന് കൊടുത്ത ലെവലാണ്, അത് വീക്കെൻഡിൽ ഞാൻ കൊടുത്തായിരുന്നു ഐ തിങ്ക്. സോ അത് സ്റ്റിൽ വർക്കിംഗ് ആണ്. ഇനി ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഫോൾ വരത്തില്ല. ഓക്കെ, 4th വേവ് ആണെങ്കിൽ നെക്സ്റ്റ് എന്താ ഇനി ട്രയാങ്കിൾ പാറ്റേൺ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഞാനിത് കാണിച്ചു ചെയ്ത് തരാം. ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഇവിടുന്ന് നമ്മൾ ഈ വേവ് 2 ആൻഡ് ദെൻ ഇന്നത്തെ ഇത് ഓക്കെ കണ്ടോ, ഈ ബ്ലാക്ക് മാത്രം. മറ്റേത് ഈ ബ്ലൂ ലൈൻ, ഇത് ഞാൻ നേവി ബ്ലൂ ആക്കി, സോറി ഈ റോയൽ ബ്ലൂ ആക്കി തരാം. സോ ഇത് മേജർ ട്രെൻഡ് സപ്പോർട്ട് ലൈൻ ആയിരിക്കും. ഇൻ കേസ് ഇവിടെ സപ്പോർട്ട് എടുത്താൽ, ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടെ നിന്ന് ബൗൺസ് വരുകയില്ല. അതുകൂടി നമ്മൾ മറക്കേണ്ട, അത് ഏരിയ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ആൻഡ് ഫോർത്ത് വേവ് നമ്മൾ കൗണ്ടിങ് ഇത് തന്നെയാണല്ലോ, 1 2 3 ആൻഡ് 4th ഫോളാണിത്. സോ 4th ട്രയാങ്കിൾ ആണെങ്കിൽ, ജെന്യുവൻ ട്രയാങ്കിൾ ആണെങ്കിൽ പ്രൈസ് ഇവിടുന്ന് തന്നെ ഇതിനെ ഈ ട്രയാങ്കിൾ റെസ്പെക്ട് ചെയ്യണം. ഇവിടെ തന്നെ ബൗൺസ് വരേണ്ടതാണ്. ഓക്കെ, ഇവിടുന്ന് തന്നെ ബൗൺസ് വരേണ്ടതാണ്. ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അപ്പോഴാണ് നമുക്ക് നോക്കാനുള്ളത്. വെച്ചാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് ഇത് 4th ആണ്, ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട്. ഓക്കെ, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് തന്നെയാണ്. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ഇതിൻ്റെ അബവ് ആണെങ്കിൽ, ഇവിടെ എവിടെയെങ്കിലും ആണ് ഓപ്പണിംഗ്. സോ പ്രൈസ് ഫർദർ അപ്പ് സൈഡ് തന്നെ ഉള്ളൂ. സോ ഡിപ്പിൽ ബൈ ചെയ്യാൻ നോക്കുക. കാരണം വെച്ചാൽ 5th വേവ് 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഞാനിപ്പോൾ വരാം. 5th വേവ് ആണെങ്കിൽ എത്ര മൂവ്സിൽ പോകും? 5th വേവ് 5 മൂവിൽ പോകുള്ളൂ മുകളിൽ. ആൻഡ് ദെൻ അതിൽ വേറെ എന്താ വെച്ചാൽ എൻഡിങ് ഡയൽ ഫോം ചെയ്യും. സോ എൻഡിങ് ഡയൽ ഫോം ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, അപ്പോഴാണ് അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ തീരുന്നത്. അത് നാളെ തന്നെ ഫോം ആവുന്നൊന്നുമില്ല, മേ ബി സാറ്റർഡേ ഫോം ആവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ അതെപ്പോഴാണ് ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് ആവണം. ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട്, ഈ ബ്ലാക്ക് ട്രയാങ്കിളുടെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആവണം. ദെൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ ട്രയാങ്കിൾ നമ്മുടെ റൂളാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 4th വേവിൽ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആവാറുണ്ട്. അത് ഫോം ആയി ഇപ്പോൾ. ഓക്കെ, 333 കറക്ഷൻ ഫോം ആയില്ല, ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആയി. 2 റൂൾസിൽ 2 പാറ്റേൺ ആണ് 4th വേവിൽ, ട്രയാങ്കിൾ ആൻഡ് 333 കറക്ഷൻ. 333 കറക്ഷൻ ഫോം ആയില്ല, ട്രയാങ്കിൾ ആണ് ഫോം ആയി നമുക്ക് പറയാം. എക്സാക്ട്ലി അല്ല, എക്സാക്ട്ലി എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 4th എൻറ്റേർഡ് ആയി, സോറി 5th എൻറ്റേർഡ് ആയി. ഇപ്പോൾ 4th ആണ്, 5th എൻറ്റേർഡ് ആയി. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ ബിയറിഷ് ഞാൻ ആവുന്നത് ഈ ഒരു ലോ 23,135 ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ബിയറിഷ് ആവുള്ളൂ. ആക്ച്വലി ഇതിൻ്റെ ബിലോ ഇനി പോകാൻ പാടില്ല. ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ റൂൾസ് അല്ല അറിയാലോ, എൻ്റെ റൂളല്ല, നമ്മുടെ എലിയറ്റ് വേവിൻ്റെ റൂൾസാണ്. പ്രോപ്പർലി എല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്കണം എവിടെയെങ്കിലും. എന്നുവെച്ചാൽ എക്സ്റ്റെൻഡ് വേവ് ആണ്. തേർഡ് വേവ് എക്സ്റ്റെൻഡ് ആണെങ്കിൽ 38.20 ബിലോ പ്രൈസ് പോകാൻ പാടില്ല. 38.20% ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. നോർമൽ കേസസ് 50% വരാറുണ്ട്, ബട്ട് ഇത്രേ വരാവുള്ളൂ ഇൻ എക്സ്റ്റെൻഡ്. കാരണം തേർഡ് വേവ് നല്ല എക്സ്റ്റെൻഡ് ആയിരുന്നു. ഓക്കെ, നല്ലപോലെ എക്സ്റ്റെൻഡ് ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ആ ഒരു കേസ്. ഓക്കെ, സോ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് നാളെ പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആകും. ബട്ട് ഇനി ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ഗ്യാപ്പ് അപ്പ് ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് ആണെങ്കിൽ പ്രൈസ് ഫർദർ അപ്സൈഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ സോ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് നമുക്ക് ഇനി നാളത്തേക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, സോ ആ ഒരു റെസിസ്റ്റൻസിനുള്ള നോക്കുകയാണെങ്കിൽ എവിടെ വരുന്നു, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ഒരു ഗ്യാപ്പിന് ഈ ലോ ഇവിടെ കണ്ട, ഇവിടെ സപ്പോർട്ട് എങ്ങനെ എടുത്തു, ഇതിവിടെ സപ്പോർട്ട് എടുത്തു, ഇത് ഇവിടെ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ മാറുന്നത്. ഓക്കെ,
ഏതാണ് 23,440 or 415 ഇയർ അങ്ങനെ വരും. 440 ആയിപ്പോൾ കാണുന്നത്. ഓക്കെ, സോ നാളെ ഓപ്പണിംഗ് ഇതിൻ്റെ അബവ് ആണോ ഇല്ല, ഇവിടെ തന്നെ ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കും. ഓക്കെ, 1 ഡേ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും നോക്കാനാണെങ്കിൽ ഇൻസൈഡ് ബാറാണ്. ഇൻസൈഡ് ബാർ 5th വേവ് ഇതാണെങ്കിൽ ഇതെല്ലാം SL എടുക്കേണ്ടതാണ്, ഈ എല്ലാം ഓവറോൾ SL എടുക്കേണ്ടതാണ്. ഓക്കെ, 5th വേവിൻ്റെ ടാർഗറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കാരണം വെച്ചാൽ നാളെ ഇത് നമുക്ക് സിംഗിൾ എയർ മാർക്ക് ചെയ്യാം. യെസ്, ഓക്കെ, 5th വേവിൻ്റെ ടാർഗറ്റ് നോട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെ 3rd വേവിൻ്റെ ഹൈ ആൻഡ് 4th ആണെങ്കിൽ ഇതിൻ്റെ ലോ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഫിബൊനാച്ചി വെക്കാം. 127% ആൻഡ് 161.20%. അങ്ങനെയാണ് ഇതിൻ്റെ 127% ആൻഡ് 161.80%. ഈ 2 ടാർഗറ്റ്സ് ആണ് യൂഷ്വലി. ദാറ്റ് മീൻസ് ഈ ഏരിയ ഫുൾ 127.20%, ദാറ്റ് മീൻസ് 24,065, 24,170 ആൻഡ് 24,320. അത് റെയർ കേസസ് ആണ്. 161.80%. റെയർ കേസസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത്രയ്ക്ക് ബുള്ളിഷ് ആണെങ്കിൽ മാത്രമേ, അത്രയ്ക്ക് ബുള്ളിഷ് ന്യൂസ് ഉണ്ടാവണം, മാത്രമേ അവരെ പോലെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വരെ മാത്രം. ഇൻ കേസ് പ്രൈസ് ഇവിടെ ഓപ്പണിംഗ് ആണെങ്കിൽ 24,065 മാറിയിരിക്കുക, അത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ പിന്നെ അവിടുന്ന് ട്രാപ്പ് ഓർ മേ ബി പ്രൈസ് സഡൻ ഇവിടെ വരും ആൻഡ് ദെൻ ഇവിടുന്ന് എൻഡിങ് ലെവൽ പാറ്റേൺ ഉണ്ടാക്കും. ആ എൻഡിങ് ലെവൽ പാറ്റേണിൻ്റെ എൻഡ് ഇവിടെ ആയിരിക്കും. അങ്ങനെയും പോസിബിളാണ്. ഓക്കെ, പോസിബിൾ കേസസ് ആണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇത് തന്നെ ആവുമെന്ന് എനിക്കും അറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ട്രേഡറാണല്ലോ, അത്രയ്ക്ക് 100% നമ്മൾ ഷുവർ ആരും ഇല്ല. 100% ഷുവർ ആണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഡിസ്കഷൻ അത്രയ്ക്കൊന്നും പറയേണ്ട ഇല്ല. പിന്നെ നമ്മൾ പേഴ്സണൽ ട്രേഡ് ചെയ്യുക, അങ്ങനെ ഇരിക്കുക, ആരുടെ അടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. മറ്റേ യൂട്യൂബിലൊക്കെ വരേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് 100% ഷുവർ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കായാലും അത്ര വലിയ ഒരു ട്രേഡറാണെങ്കിൽ 100% ഷോർട്ട് ട്രേഡറാണെങ്കിൽ അത് അവരുടെ ആ പേഴ്സണൽ സ്ട്രാറ്റജി ഇത് കാര്യങ്ങളൊക്കെ ഒന്നും എവിടെയെങ്കിലും ഡിസ്കസ് ചെയ്യത്തില്ല. അത് മറക്കണ്ട. ഒത്തിരി പേര് കോൾസും അതൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ എല്ലാം ഫേക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഈവൻ ബിഗ് മണി ബിഗ് ഫണ്ട്സ് അവർ വരെ SL എടുക്കാറുണ്ട്, അവർക്കും ലോസ് വരാറുണ്ട്. വെച്ചാൽ നമ്മുടെ ചാർട്ട് അനാലിസിസ് എപ്പോഴും ഒരുപോലെ ഉണ്ടാവണമെന്നില്ലല്ലോ. സോ അതാണ് നമ്മൾ എല്ലാവരും കൂടി ശ്രദ്ധിക്കാൻ മറക്കണ്ട ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ SL മസ്റ്റാണ്. SL ചെറിയ SL വെച്ച് എല്ലാവരും കൂടി ചെറിയ SL എടുക്കുക എപ്പോഴും. ഓക്കെ, ചെറിയ SL വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇതിനോട് ഡിസ്കസ് ചെയ്യാൻ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ബിലോ ഞാൻ വീക്ക്നെസ് ഇതിൻ്റെ ബിലോ ഉള്ളൂ, 23,140 ബിലോ. ദെൻ സഡൻ ഈ ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് വരും ആൻഡ് ഫോർദർ. ബട്ട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല പ്രൈസ്. അപ്പോൾ മേ ബി നാളെ ഒരു ഗ്യാപ്പ് കിട്ടിയ കൊള്ളായിരുന്നു. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി ഡിസ്കഷനിൽ എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എപ്പോഴും നിങ്ങൾ ലാസ്റ്റ് വീക്കത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു സപ്പോർട്ട് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ആവാൻ പാടില്ല. അതൊരു റൂളാണ്. ഇത് ഫിൽ ആവാൻ പാടില്ല. ഓക്കെ, ഇനി ഫിൽ ആയ ദാറ്റ് മീൻസ് വീക്കായി പ്രൈസ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ലിങ്ക് ചെയ്ത് തന്നെ പറയാനുള്ളത് സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി വീക്ക് ആവില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വേവിൻ്റെ ഒരു റൂളാണ്. ദാറ്റ് മീൻസ് ഈ ഒരു എക്സോഷൻ ഗ്യാപ്പ് എന്ന് പറയും, ഈ ഒരു ഗ്യാപ്പ് ഫിൽ ആവാൻ പാടില്ല. സോ ഇനി നിങ്ങൾക്ക് നാളെ നോക്കാനുള്ളതാണ് ബാങ്ക് നിഫ്റ്റി നാളെ എങ്ങനെ, ബാങ്ക് നിഫ്റ്റി ഇനി നാളെ എന്ത് ചെയ്യും. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ വരുന്നു. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ ഫോം ആവുന്നുണ്ടോ ഇല്ല നമുക്ക് നോക്കാം. സോ ഓക്കെ, സോ വീക്ക്നെസ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്ക് മാത്രമേ ഫർദർ വീക്ക്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ, ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ്റെ. ഓക്കെ, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് നേരെ ഇതിൻ്റെ അബവ് കിട്ടിയാൽ സൂപ്പർ, ഇതിൻ്റെ അബവ് ബാങ്ക് നിഫ്റ്റി. ദെൻ ഫർദർ അപ്പ് സൈഡ് നമുക്ക് ഇവിടെ വരും 52,500. ഇതൊക്കെ റെസിസ്റ്റൻസ് ആണ്. ചെറിയ റെസിസ്റ്റൻസ് വരെ ഉണ്ടോ നമുക്ക് നോക്കാം. ഇല്ല, 52,500 ആൻഡ് ദെൻ 52,760 ആണ് മേജർ ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണുന്നുണ്ട് അവിടെ. ഓക്കെ, സോ 2 ഇൻഡെക്സിൽ തന്നെയാണ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ, 2 ഇൻഡെക്സ് അങ്ങനെ തന്നെ പറയണേ. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 4 ദിവസമായിട്ട് നമുക്ക് കിട്ടും, ബട്ട് റീട്രേസ്മെൻറ്റ് എടുക്കും. ഓക്കെ, മൂവ്സിലാണ് പോകാറുള്ളൂ, അല്ലാണ്ട് അങ്ങനെ പോകത്തില്ല. മാർക്കറ്റ് എപ്പോഴും മൂവ്സിലാണ് പോകാറുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് ഇത് ഫസ്റ്റ് വേവ് ആണ്. ഓക്കെ, സ്മോൾ ടൈം 1 2 തേർഡ് ആണ് ഇത് സ്മോൾ ടൈം ഓർ ABC സ്ട്രക്ചർഡ് C ആണ്. 1 2 3
അതന്നെ. സോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് വേണമെങ്കിൽ ഗ്യാപ്പ് 51,880 അബവ്. ഓക്കെ, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, റീട്രേസ്മെൻറ്റ് വെയിറ്റ് ചെയ്യണം. ഡയറക്റ്റ് അടിച്ച് ഇങ്ങനെ കയറി പോവുകയില്ല, മൊത്തം ടാർഗറ്റ് തീർക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, നാളെ എക്സ്പയറിയുടെ അത് എല്ലാവർക്കും അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 9:30 to 10 ആ ഒരു ടൈമിങ്ങിൽ പ്രീമിയമിൻ്റെ മൂവ്മെൻറ്റ് നോക്കണം മസ്റ്റായിട്ട്. പ്രീമിയം ഹൈ ആണെങ്കിൽ മാത്രമേ ഫെർദർ മൂവ് കിട്ടും. ആഫ്റ്റർ 10 o'clock ചെറിയ മൂവ് കിട്ടും, ഗുഡ് മൂവ്, നല്ലൊരു ഹ്യൂജ് മൂവ് ആസ് പെർ ഓപ്ഷൻ ബയർക്ക് എന്താ വേണ്ടത്, നല്ലൊരു ഹ്യൂജ് മൂവാണ് വേണ്ടത്. 5-10 പോയിൻറ്റ്സിൻ്റെ മൂവ് കിട്ടും, ഞാൻ ഇല്ല എന്ന് പറയാം. ബട്ട് ബാങ്ക് നിഫ്റ്റി 100 to 200 പോയിൻറ്റ്സ്, നിഫ്റ്റിയിൽ 50 above പോയിൻറ്റ്സിൻ്റെ മൂവ് കിട്ടാനാണെങ്കിൽ അത് പ്രീമിയമിൻ്റെ ഡിപ്പെൻഡ് ആയിരിക്കും, നമ്മൾ പ്രീമിയം എങ്ങനെയാണ്. ഓക്കെ, ഇനി സെൻസെക്സിൽ പോകാം. സെൻസെക്സ് ഇതാണ് സെൻസെക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്, വേറെ അത്യാവശ്യമൊന്നും കാണുന്നില്ല സെൻസെക്സ്. ഇത് തന്നെയാണ് സെൻസെക്സ്. ഓക്കെ, ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആയിരിക്കും. ഓക്കെ, അപ്സൈഡ് ഓൾറെഡി ആയി, ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതാണ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ്, ഇതിൻ്റെ ഡെയിലി ടൈം പാസ് ആവുള്ളൂ. നല്ല മൂവ് തരാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആവുന്നു മാർക്കറ്റ് നാളെ. ഓർ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇൻ കേസ് ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സപ്പോർട്ട് നോക്കണം, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ ഇല്ല, ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈൻ എവിടെയെങ്കിലും സപ്പോർട്ട്. കാരണം 2 ട്രെൻഡ് ലൈൻസ് ആണ് നമുക്ക്, 2 ഇൻഡെക്സിൽ 2 ട്രെൻഡ് ലൈൻ. കാരണം വെച്ചാൽ ഇത് 1 to 4 ട്രെൻഡ് ലൈൻ, ഇത് കണ്ടോ 1 to 4 ട്രെൻഡ് ലൈൻ പറയുന്നത്, ഇത് 2 to 4 ട്രെൻഡ് ലൈനാണ്. മനസ്സിലായോ? എന്തിനെ കൗണ്ടിങ് ABC 1 2 3 4 5 ഇത് 1 ആണ്. ഓക്കെ, ബോട്ടം 2, ഇത് 1, ഇതാണ് 2, അത് 3, ഇത് 4, ആ 5 ആയിട്ടില്ല. സോ ഇപ്പോൾ കൗണ്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കണ്ട ബോട്ടം 2 2 to 4, ബോട്ടം 2 1 to 2 ട്രെൻഡ് ലൈൻ പറയുന്നത്, ഇത് 1 to 2 ട്രെൻഡ് ലൈൻ. ഈ ബാക്ക് ട്രെൻഡ് ലൈൻ 2 to 4 ട്രെൻഡ് ലൈനാണ്. ഓക്കെ, സോ ഇത് ഈ പാറ്റേണിൻ്റെ ട്രെൻഡ് ലൈനാണ്, മറ്റേത് ഓവറോൾ സ്ട്രക്ചറുടെ ട്രെൻഡ് ലൈനാണ്. അത് ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. ഇത് ഇവിടുന്ന് ട്രയാങ്കിൾ ഫോം ആവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതന്നെ ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വെച്ചാൽ മതി, ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ അത് മുകളിൽ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് A-B-C സ്ട്രക്ചർ, മനസ്സിലായോ? 4th ഫോൾ ABC സ്ട്രക്ചറിലെ 15 minutes ടൈം ഫ്രെയിമിൽ ABC സ്ട്രക്ചർ കഴിഞ്ഞു. ഇത് ബിയുടെ ബൗൺസ് ആയിരുന്നു ആൻഡ് സിയുടെ ഇത് സ്ട്രക്ചർ. സോ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതാണ് ആ ട്രെൻഡ് ലൈൻ 0 to B ട്രെൻഡ് ലൈൻ. സോ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഫർദർ അപ്പ് സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, കുറച്ചൊക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും, ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചേക്ക്, എല്ലാവരും കൂടി കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, ചോദിക്കുക. എന്തായാലും അടുത്ത് തന്നെ ABC വീഡിയോ ഞാൻ ABC സ്ട്രക്ചറുടെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് തന്നെ എന്തായാലും അപ്ലോഡ് ചെയ്യാം. സോ കുറച്ചുകൂടി ക്ലിയറിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, വേഗം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഈ ആ ഒരു ട്രെൻഡ് ലൈൻ കഴിഞ്ഞ ലാസ്റ്റ് എന്ന വീക്കെൻഡിലാണ് ഞാൻ ഐ തിങ്ക് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അതുകൊണ്ട് എക്സാക്ട്ലി അവിടെ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഫർദർ എന്താ നമുക്കത് നോക്കാം. എക്സാക്ട്ലി അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കണ്ട, അതാണ് നമുക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ നമുക്കത് അറിഞ്ഞിരിക്കണം, വാട്ട് ഈസ് ദിസ്, എന്താണ് ആ പ്രോപ്പർ ട്രെൻഡ് ലൈൻ എവിടെ നിന്ന് എങ്ങനെ വരേണ്ടതാണ്. മനസ്സിലായോ? എല്ലാം വേവ്സിൽ ആ ഒരു പാറ്റേൺ ഫോം ആവുള്ളൂ. നമ്മുടെ പാറ്റേൺസിന് വേറെ എവിടെയെങ്കിലും പാറ്റേൺ ഫോം ആവത്തില്ല, അതിൻ്റെ വാല്യൂ അവിടെ മാത്രമല്ല. ഇപ്പോൾ ട്രയാങ്കിൾ പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ, 4th വേവിൽ അവിടെ ഫോം ആയാലും അതിൻ്റെ വാല്യൂ അവിടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുൾ ചാൻസസ് ഉണ്ടാവും ബ്രേക്ക് ഔട്ട് ആവാനുള്ള ചാൻസസ് ഫുൾ ഉണ്ടാകും. ബ്രേക്ക് ഡൗൺ ആവാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ആ ഒരു വേവിൽ 4th വേവിൽ ആ ഒരു പാറ്റേൺ ട്രയാങ്കിൾ പാറ്റേൺ അവിടെ ഫോം ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എവിടെയും നമ്മുടെ ആ ഒരു ബേസിൽ നമ്മൾ എവിടെയെങ്കിലും കറക്റ്റാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ടായി ജെന്യുവൻ ബ്രേക്ക് ഔട്ട് ആയിരിക്കും. ഓർ ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവിൽ എവിടെയെങ്കിലും ആ പാറ്റേൺ ഫോം ആയാൽ ദാറ്റ് മീൻസ് അത് ഫേക്ക് ആയിരിക്കുള്ളൂ. മനസ്സിലായോ? സോ നമ്മുടെ 4th വേവിലാണ് നമ്മൾ ആകെ തപ്പാനുള്ളത് മറ്റേ ട്രയാങ്കിൾ പാറ്റേൺ ആണ്, ഓർ 333 കറക്ഷൻ. ഓക്കെ, സോ ഇതിൻ്റെ കൗണ്ടിങ് നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ നിഫ്റ്റി 1 2 3 4 5 6 7. ഓക്കെ, സോ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ ജെന്യുവൻ ബ്രേക്ക് ഔട്ട് ആയിരിക്കും, മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് കേട്ടോ. ബട്ട് സ്മോൾ സ്ട്രക്ചർ കൂടി നോക്കണം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇത് നോക്കുകയാണല്ലോ, ഇത് കറക്റ്റാണോ ഇല്ല നമുക്ക് ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കറക്റ്റ് ആണോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് ഇവിടെ ആണ് സപ്പോസ് നമ്മൾ വേഗം 5 minutes ടൈം ഫ്രെയിം പോവുക.
ആൻഡ് ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്താൽ മതി. എന്ത് കൗണ്ട് ചെയ്യാനുള്ളതാണ്? 1 2 ഇത് ഫുള്ള് 3 ആണ്. ഓക്കെ, അപ്പോൾ ഫോർത്തിൻ്റെ ഫോൾ ആൻഡ് ദെൻ ഫിഫ്ത്ത് ബ്രേക്ക് ഔട്ട്, അങ്ങനെയാണ് തരുള്ളൂ. ഓർ തേർഡ് വേ എക്സ്റ്റൻഷനാണ്. എക്സ്റ്റൻഷൻ ആണെങ്കിൽ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് നമുക്ക് പറയത്തുള്ളൂ. ബ്രേക്ക് ഔട്ട് ഇതിൻ്റെ ഈ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഇതിൻ്റെ അബവ് പ്രൈസസ് നമുക്ക് പിന്നെ അതിൻ്റെ കൺഫർമേഷൻ അപ്പോഴേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, പ്രൈസ് അതിൻ്റെ ബ്രേക്ക് ഔട്ട് ആവണം. ദാറ്റ് മീൻസ് തേർഡ് വേവ് സ്മോൾ സ്ട്രക്ചറിൽ തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണോ ഇല്ല. ഓക്കെ, ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്ക് ഫിഫ്ത്ത് മേജർ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഫിഫ്ത്ത് വേവ് സ്റ്റാർട്ടായി. ഓർ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇത് സപ്പോർട്ടാണെങ്കിൽ ഇവിടുന്ന് തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണ്. പിന്നെ ഫോർത്തിൻ്റെ വീട്ടിൽ ഫിഫ്ത്തും കൂടി കിട്ടും. നമുക്ക് ടൈം ഫ്രെയിമാണ് നമ്മുടെ നോക്കേണ്ടത്. മെയിൻ നമുക്ക് അത് തന്നെയാണ് ടൈം ഫ്രെയിം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വേറെ വേവ് ആയിരിക്കും. 5 മിനിറ്റ് ആൻഡ് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വേവ്സ് വേറെ ആയിരിക്കും. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഫർദർ ഫോൾ ഇതിൻ്റെ ബില്ലോ ആയിരിക്കുള്ളൂ. ഫർദർ ഫോൾ നമുക്ക് എനിക്ക് ഇതിൻ്റെ ബില്ലൊക്കെ പോയാൽ മാത്രം ഫർദർ ഫോൾ ഉള്ളൂ. സഡൻ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇത് നമുക്ക് കാണുന്നത്. ഈ ഒരു ഹൈ. ഓക്കെ, ഈ ഒരു ഹൈ ബുള്ളിഷ് ഇതിൻ്റെ അബവ് ആവുക 11,625 ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ ബുള്ളിഷ് ആകുക. മേ ബി ബ്രേക്ക് ഔട്ട് തരേണ്ടതാണ് മോസ്റ്റ്ലി. കാരണം ഇതിൻ്റെ ബ്രേക്ക് ഔട്ടായ ഫിഫ്ത്തിലേക്ക് എൻ്റർ ആവും. ആൻഡ് ഇതെല്ലാം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും. ഇതൊക്കെ എല്ലാം ഓക്കെ, ആ ഒരു അതിൽ നമുക്ക് ചിന്തിക്കാം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യില്ല എന്നുള്ളത്. ഓക്കെ, കണ്ട ഇത് 1 2 3rd 4th കൺസൾട്ടേഷൻ പീരീഡ് ആൻഡ് 333 കറക്ഷൻ ഇതിനകത്ത് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടിൽ. ഓക്കെ, 1 2 3 4th കൺസൾട്ടേഷൻ പ്ലസ് ഏതാണ് 333 കറക്ഷൻ. അതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയാൽ ദാറ്റ് മീൻസ് നമ്മുടെ ഫിഫ്ത്ത് വേവ് മുകളിൽ കംപ്ലീറ്റ് ആവും നിയർ 127%. ഫിഫ്ത്ത് വേവ് ഞാൻ 127 മാത്രമേ സജസ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ അബവ് പിന്നെ നമ്മുടെ കയ്യിലല്ല, അവരുടെ FISൻ്റെ ഓർ ബിഗ് മണിയുടെ കയ്യിലാണ് ഫണ്ട്. അവരാണ് പിന്നെ ചിന്തിക്കാനുള്ളത്. നമ്മൾ ഇവിടെ മാറേണ്ടതാണ് 127%. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി നേരത്തെ തന്നെ. 11,900 ഇന്നല്ല, ലാസ്റ്റ് വീക്ക് വീഡിയോയിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 11,900 വരുമ്പോൾ നിങ്ങൾ മാറിയിരിക്കുക. അത്ര ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. വേറെ ഇതിനകത്തൊന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കാം. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട.